ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എൻ്റെ ഉമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അച്ചാർ. അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് ഉണക്കമുന്തിരിയും അതുപോലെ ഒന്ന് ഈത്തപ്പഴവുമാണ്. അപ്പോൾ ഉണക്കമുന്തിരി ഞാനിവിടെ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ ഈത്തപ്പഴം 500 ഗ്രാം തികച്ചില്ല, അതിൽ കുറച്ച് കുറവായിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. അതൊക്കെ കുരുവൊക്കെ കളഞ്ഞിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അരിഞ്ഞിട്ടുള്ള ഈത്തപ്പഴം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലത്തെ അലിയാത്ത ടൈപ്പ് ഈത്തപ്പഴം എടുത്താൽ നമുക്ക് അച്ചാർ കഴിക്കുമ്പോൾ ഒരു കടിക്കാൻ ടേസ്റ്റ് വേണ്ടേ, അല്ലെങ്കിൽ ഇത് അലിഞ്ഞു പോവും. അപ്പോൾ ഓക്കെ, അപ്പോൾ അതെടുക്കുക. പിന്നെ അതാ ഒരു 3 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം വേണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാന്താരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതൊരു പിടി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു 2 വലിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് മാങ്ങഞ്ചിയാണ്. ഈ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ, അളവിലൊക്കെ മാറ്റം വരുത്താം. അതും ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സാധാരണ ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ഒരു വലിയ പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ ഇഞ്ചി എടുത്തിട്ട്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. അപ്പോൾ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഒരു ബോള് പുളി ഞാൻ കുറച്ച് ചുടുവെള്ളത്തിലൊന്ന് അലിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ പുളിയും കൂടെ വരുമ്പോഴാണ് ഈ അച്ചാറിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് കടുകെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും ഉണ്ടാക്കാറ് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഏകദേശം 1 ടേബിൾ സ്പൂണോളം കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. അതേപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണ് നമുക്ക് ഉലുവ കൂടി, ഇത് കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഒരു പിടി കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ തൊലിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ കാന്താരി മുളകും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുത്താലും മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അത് ആദ്യം തന്നെ ആ ഒരു ഓയിലിൽ കടുകിട്ട് പൊട്ടിക്കുന്നതിന് മുന്നേ അതിൽ വറുത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യണില്ല, ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വെളുത്തുള്ളി കുറച്ച് സമയം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിലേക്ക് മാങ്ങഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങഞ്ചിക്കുള്ള സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് ചേർത്ത് ഇങ്ങനത്തെ അച്ചാറിലേക്കൊക്കെ ചേർത്ത് കൊടുത്ത് നോക്കൊണ്ടിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ മാങ്ങഞ്ചിയും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കറിയാമല്ലോ, അതുവരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടും അതും ജസ്റ്റ് നമുക്ക് വഴറ്റിയെടുക്കണം. ക്യാരറ്റൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് സമയം ഒന്ന് വെച്ചാൽ മതി, 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയാൽ തന്നെ അതൊക്കെ കുക്കായി വരും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ഉപ്പുമ്മ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് വെക്കുക. ഇനി നമുക്കതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണക്കമുന്തിരി ഈ ഒരു സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആദ്യം നമുക്കിത് വറുത്ത് കോരി മാറ്റി വെക്കാം. ലാസ്റ്റ് സ്റ്റേജിൽ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉണക്കമുന്തിരി അതുപോലെ തന്നെ ഈത്തപ്പഴം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉണക്കമുന്തിരിയും ഒന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് നമുക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇത് ഈത്തപ്പഴം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഓവറായിട്ട് അലിഞ്ഞു പോയാലും നമ്മുടെ ഇത് ഭയങ്കര തിക്കായിട്ട് പോകും. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്താൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ അതും ഇതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുന്ന പുളി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ. അപ്പോൾ അരിച്ചെടുത്തതാണ് ഞാനിത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളമൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ലോ, സ്വീറ്റ് മധുരവും അതുപോലെ എരിവും ഒക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു തവണയെങ്കിലും.
ഇനി ഇതിലേക്ക് മുളക് പൊടിയല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ട് അച്ചാർ പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. കായപ്പൊടിയും എല്ലാം ഈ ഒരു അച്ചാർ പൊടിയിൽ തന്നെ ഉണ്ടാവും. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് സൂപ്പർനോവയുടെ അച്ചാർ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു ചെറിയ 3 തവി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോലെ കപ്പളമൊന്നും ആയിരിക്കില്ല ഉമ്മക്കൊക്കെ ഇങ്ങനെ തവിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതാ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മറക്കാതെ തന്നെ ചേർക്കുക. 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താലും മതി. പഞ്ചസാര ആകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഈത്തപ്പഴമൊക്കെ ചേർക്കുമ്പോൾ പഞ്ചസാരയുടെ ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ അത് ചേർത്താൽ അതിൻ്റെ ഒരു കറക്റ്റ് പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 3 ചെറിയ തവി അച്ചാർ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അച്ചാർ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയും യൂസ് ചെയ്യാം, അതിനും കുഴപ്പമൊന്നുമില്ല. മുളക് പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഏകദേശം മുങ്ങിക്കിടെ ഒരു കറക്റ്റ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ആ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കും. പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു ഈത്തപ്പഴവും ഒക്കെ ഒന്ന് നന്നായിട്ട് അതിൽ കിടന്നിട്ട് തിളച്ചിട്ട് ഒന്ന് കുക്കായിട്ട് വരണം. അതേപോലെ തന്നെ ലാസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ പുറത്ത് വെച്ചാൽ ഒരുപാട് കാലമൊന്നും നിൽക്കില്ല കേട്ടോ. പുറത്ത് വെച്ചാൽ നമുക്കിപ്പോൾ മാക്സിമം ഒരാഴ്ചയൊക്കെ നിൽക്കും. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസം വരെയൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ലാസ്റ്റ് നമുക്ക് ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള അച്ചാർ. അപ്പോൾ അതിന് പാകത്തിന് നമുക്ക് അതിലേക്ക് വിനാഗിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വിനാഗിരി ചേർത്ത ശേഷം ജസ്റ്റ് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കുക. ഉപ്പും ഒക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. കറക്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും മതി. ഇതൊന്ന് ജസ്റ്റ് തിളച്ചാൽ മതി. വിനാഗിരി ചേർത്തതിന് ശേഷം ഒരുപാട് സമയം തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് തിളച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കി. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ FBയിലാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണണമെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.